JEE എക്സാമിനേഷൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. 2026 +2 എക്സാമിനേഷൻ എഴുതുന്നതും 2025 +2 എക്സാമിനേഷന് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്കും എഴുതാത്ത വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് February 2 മുതൽ February 28 ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. jemain.nda.nic.in എന്ന വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ 2 ഫേസ് എക്സാമിനേഷനും അറ്റൻഡ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് ഏത് എക്സാമിനേഷനിലാണോ ആ എക്സാമിനേഷൻ്റെ മാർക്കാണ് റാങ്കിന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഇതുവരെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതാതിരുന്ന വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം. ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല. നമുക്ക് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി ഈ എക്സാമിനേഷൻ സെക്കൻഡ് ഫേസ് എക്സാം എപ്പോഴാണ് നടക്കുന്നത്? ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. April 2 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ CBT എക്സാമിനേഷനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 3 എക്സാമിനേഷൻ ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് BTech കോഴ്സുകൾക്കുള്ള അഡ്മിഷനാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് ആർക്കിടെക്ട് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പേപ്പർ 3 പ്ലാനിംഗ് ആണ്. ഇനി സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സാമിനേഷൻ സെന്ററും പ്ലേസും സിറ്റിയും ഒക്കെ പുതിയ രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇന്ത്യ മുഴുവനുള്ള 32 NITകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഈ JEE മെയിൻസിന്റെ സ്കോർ നോക്കിയാണ്. അതുപോലെ ഇന്ത്യയിലെ IIITസിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ 28 ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഈ JEE മെയിൻസ് എക്സാമിനേഷന്റെ സ്കോർ വെച്ചിട്ടാണ്. ഇനി ഈ ഫൈനൽ മൊമെന്റിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ ജീനിയസ് നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും ആൽഫ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്ത് നന്നായി പഠിക്കാം. ഇനി അതല്ല, ഓഫ്ലൈൻ സൗകര്യത്തിൽ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെയുള്ള കെയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആൽഫ ജീനിയസിന്റെ ആലപ്പുഴയിലുള്ള ക്യാമ്പസോ കോട്ടക്കൽ ക്യാമ്പസിലോ ടീച്ചേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാം. ഏത് രീതിയിലാണെങ്കിലും പഠനം കൃത്യമാക്കുക, പ്രാക്ടീസ് ബെസ്റ്റായി ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുക, റിസൾട്ട് ഉറപ്പാക്കുക. എൻട്രൻസിന്റെ പുതിയൊരു ന്യൂസും അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.